ഓം. ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗം എന്നത് അസാധ്യമാണ്. കർമ്മം സ്വപ്നത്തിൽ പോലും സംഭവിക്കില്ല. അതുകൊണ്ട് ഇവിടെ സന്യാസം, യോഗം, ഇവ രണ്ടിൽ ഏതാണ് ശ്രേയസ്കരമെന്ന ചോദ്യം അനാത്മജ്ഞനെ സംബന്ധിച്ച് മാത്രമുള്ളതാണ്. ഇനി ആത്മജ്ഞാന നിരൂപണ പ്രദേശങ്ങളിൽ, ഗീതയിൽ, ഇതര ശാസ്ത്രങ്ങളിൽ എവിടെ എവിടെ യോഗം പറയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അത് ജ്ഞാനസാധനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്തശുദ്ധിയിലൂടെ, ഏകാഗ്രതയിലൂടെ തത്വജ്ഞാനത്തിനുള്ള അധികാരം നൽകുന്നു എന്ന നിലയ്ക്കാണ് ആത്മജ്ഞാന നിരൂപണ പ്രദേശങ്ങളിൽ യോഗം പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് കർമ്മയോഗത്തിൻ്റെ വിശിഷ്ടത്വം അഭിധാനം പറയപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഏവം പ്രതിവചന വാക്യാർത്ഥ നിരൂപണേന അപി പൂർവോക്തഃ പ്രഷ്ടുഃ അഭിപ്രായഃ നിശ്ചീയതേ ഇതി സ്ഥിതം. ഇപ്രകാരം പ്രതിവചന വാക്യാർത്ഥ നിരൂപണം കൊണ്ട്, പ്രതിവചന വാക്യാർത്ഥ നിരൂപണം എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ പ്രശ്നത്തിനുള്ള ഭഗവാന്റെ പ്രതിവചനത്തെ നിരൂപണം ചെയ്താലും, ആ നിരൂപണമാണ് നമ്മൾ മൊത്തം ചെയ്യാൻ പോണത്. 5-ാം അധ്യായം മുഴുവൻ ഭഗവാന്റെ പ്രതിവചനമാണ്. ആ പ്രതിവചനത്തെ നിരൂപണം ചെയ്താലും എന്ത് മനസ്സിലാക്കും? ഇതാണ് പ്രഷ്ടാവിൻ്റെ അഭിപ്രായമെന്ന് നിശ്ചയിക്കപ്പെടും. ഏതാണ് പ്രഷ്ടാവിൻ്റെ അഭിപ്രായം? അനാത്മജ്ഞനായ ആളെ സംബന്ധിച്ചാണ് കർമ്മയോഗം, കർമ്മസന്യാസം എന്നിങ്ങനെ രണ്ടുള്ളത്. അതിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന നിലയ്ക്കാണ് പ്രശ്നം എന്ന് നിശ്ചയിക്കപ്പെടും. ജ്യായസി ചേത് കർമ്മണസ്തേ ഇത്യത്ര ജ്ഞാനകർമ്മണോഃ സഹ അസംഭവേ യത് ശ്രേയഃ ഏതയോഃ തത് മേ ബ്രൂഹി ഇതി ഏവം പൃഷ്ടഃ അർജുനേന ഭഗവാൻ സാഖ്യാനാം സന്യാസിനാം ജ്ഞാനയോഗേന നിഷ്ഠ പുനഃ കർമ്മയോഗേന യോഗിനാം നിഷ്ഠ പ്രോക്ത ഇതി നിർണയം ചകാര. ന ച സന്യസനാദേവ കേവലാത് സിദ്ധിം സമധിഗച്ഛതി ഇതി വചനാത് ജ്ഞാനസഹിതസ്യ സിദ്ധിസാധനത്വം ഇഷ്ടം കർമ്മയോഗസ്യ ച വിധാനാത് ജ്ഞാനരഹിതഃ സന്യാസഃ ശ്രേയാൻ കിം വാ കർമ്മയോഗഃ ശ്രേയാൻ ഇത്യേതയോഃ വിശേഷബുഭുത്സയാ അർജുന ഉവാച. ജ്യായസി ചേത് കർമ്മണസ്തേ ഇത്യത്ര ജ്ഞാനകർമ്മണോഃ സഹ അസംഭവേ യത് ശ്രേയഃ ഏതയോഃ തത് മേ ബ്രൂഹി ഇത്യേവം പൃഷ്ടഃ അർജുനേന ഭഗവാൻ സാഖ്യാനാം സന്യാസിനാം ജ്ഞാനയോഗേന നിഷ്ഠ പുനഃ കർമ്മയോഗേന യോഗിനാം നിഷ്ഠ പ്രോക്ത ഇതി നിർണയം ചകാര. അപ്പം ജ്യായസി ചേത് കർമ്മണസ്തേ മദാബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഇതാണ് അർജുനൻ്റെ ചോദ്യം 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ. ഹേ ജനാർദ്ദന, ഹേ കേശവ, കർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണ് ജ്ഞാനമെന്നാണ് നിൻ്റെ അഭിപ്രായമെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഘോരകർമ്മത്തിന് നിയോഗിക്കുന്നത്? ഇതായിരുന്നു അർജുനൻ്റെ ചോദ്യം. ആ ചോദ്യം അപ്രകാരം ചോദിക്കപ്പെട്ട ഭഗവാൻ മറുപടി പറഞ്ഞു. അവിടെ
ജ്ഞാനവും കർമ്മവും ഒന്നിച്ച് അസാധ്യമാണെന്ന് അർജുനന് അറിയാം. അതുകൊണ്ടാണല്ലോ ആ ചോദ്യം വന്നേ. ഇതിലേതാണ് ശ്രേയസ്കരം എന്നാണ്. യത് ശ്രേയ ഏതയോ തതുമേ ബ്രൂഹി, അതെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് അർജുനനാൽ ചോദിക്കപ്പെട്ട ഭഗവാൻ സാഖ്യന്മാർക്ക്, സന്യാസിമാർക്ക് ജ്ഞാനനിഷ്ഠ പറഞ്ഞു, യോഗികൾക്ക് കർമ്മനിഷ്ഠയും പറഞ്ഞു. ഇത് ഭഗവാൻ നിർണയം ചെയ്തു കഴിഞ്ഞ വിഷയമാണ്. നിർണയം ചെയ്തു, ചകാര എന്ന് പറഞ്ഞാൽ ചെയ്തു, നിർണയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ സന്ദേഹം ശേഷിക്കുന്നില്ല. അപ്പം അതാണ് നിർണയം. സാഖ്യന്മാർക്ക് ജ്ഞാനനിഷ്ഠ, സാഖ്യൻ ആത്മജ്ഞാനി, അത് നിവൃത്തിയാണ്, അത് സന്യാസമാണ്. യോഗികൾക്ക്, കർമ്മികൾക്ക് കർമ്മനിഷ്ഠ, അതത് അധികാരികൾക്ക് രണ്ടും ശ്രേയസ്കരമാണ്. അപ്പം ഇതിലേതായി എനിക്ക് ശ്രേയസ്കരം പറയാണ്? കർമ്മയോഗമാണ്, കർമ്മസന്യാസമല്ല. നീ കർമ്മസന്യാസത്തിന് അധികാരി ആയിട്ടില്ല എന്ന്. മാത്രമല്ല, ബാഹ്യമായി സന്യസിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആരും സിദ്ധിയെ പ്രാപിക്കുന്നില്ല എന്ന വചനം കൊണ്ട് ജ്ഞാനസഹിതമായ സിദ്ധിസാധനത്വമാണ് ഭഗവാനിഷ്ടം. ജ്ഞാനരഹിതമായ സന്യാസം സിദ്ധിസാധനമല്ല, അത് ദുഃഖപ്രദം മാത്രമാണ്. ജ്ഞാനസഹിതമായ സന്യാസം ആനന്ദപ്രദമാണ്. ഇതാണ് ഭഗവതുപദേശം. അവിടെ അതിനായിക്കൊണ്ട്, ആ പദത്തിലേക്ക് ഉയരുന്നതിനായിക്കൊണ്ട് കർമ്മയോഗം വിധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ചിത്തശുദ്ധിയും ഏകാഗ്രതയും നേടിയെടുക്കുന്നതിനായിക്കൊണ്ട് കർമ്മയോഗത്തെയും, അങ്ങനെ യോഗസാധനകളിലൂടെ പൂർണ്ണമായ ചിത്തശുദ്ധി പ്രാപ്തിയിൽ തത്വവിജ്ഞാനവും, തത്വവിജ്ഞാനത്തിൽ സാഖ്യനിഷ്ഠയുമാണ് ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ജ്ഞാനസഹിതമായ സന്യാസമാണ് ശ്രേയസ്കരം. അവിടെ മറ്റൊന്നില്ല. ജ്ഞാനസഹിതമായ സന്യാസമാണോ യോഗമാണോ എന്നുള്ള ചോദ്യം വരില്ല. എന്തുകൊണ്ട്? ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മമില്ലാത്തത് കൊണ്ട്. അപ്പം പിന്നെ ശേഷിക്കുന്നത് ജ്ഞാനരഹിതമായിട്ടുള്ള സന്യാസമാണോ അല്ല യോഗമാണോ ശ്രേയസ്കരം? ഇത് രണ്ടിലൊന്നറിയാനുള്ള വിശേഷ ബുഭുത്സയ, വിശേഷിച്ചറിയാനുള്ള ആഗ്രഹം കൊണ്ട് അർജുനൻ ചോദിച്ചു. ഇങ്ങനെയാണ് 5-ാം അധ്യായത്തിലേക്ക്, അർജുനൻ്റെ പ്രശ്നത്തിലേക്ക് ഭഗവാൻ നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. നോക്കൂ. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഹേ കൃഷ്ണ, കർമ്മണാം സന്യാസം ശംസസി, കർമ്മങ്ങളുടെ സന്യാസത്തെ നീ ഉപദേശിക്കുന്നു. ശംസസി, നീ ഉപദേശിക്കുന്നു. പുനഃ, പിന്നെയോ, കർമ്മണാം യോഗം ച ശംസസി, കർമ്മങ്ങളുടെ യോഗത്തെയും നീ ഉപദേശിക്കുന്നു. ഇവിടെയാണ് കുഴപ്പം. ഏതെങ്കിലും ഒന്ന് ഉപദേശിച്ചാൽ പ്രശ്നമല്ല. അവിടെ നമുക്ക് സംശയം വരാം, ഇവിടെ ഭഗവാൻ ഒരു അനീതിയല്ലേ ചെയ്തത്? എന്താ കാരണം? ഭഗവാനിൽ ഒരു അന്യായം ആരോപിക്കാൻ കാരണം എന്താ? 2-ാം അധ്യായം 7-ാം ശ്ലോകത്തിലാണ് അർജുനൻ ശിഷ്യനായി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചത്. അവിടെ വ്യക്തമായി അർജുനൻ പറഞ്ഞിട്ടുണ്ട്, അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ഞാൻ, ധർമ്മസമൂഢനായ ഞാൻ
അങ്ങയിൽ ദാ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശ്രേയസിൻ്റെ മാർഗം അങ്ങ് എനിക്ക് ഉപദേശിക്കണമേ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ഇത്രയുമാണ് പറഞ്ഞത്. അപ്പം അവിടെ ശ്രേയസ് ഉപദേശിക്കാനാ പറഞ്ഞത്, എനിക്ക് ശ്രേയസ് ഉപദേശിക്കാനാ പറഞ്ഞത്. വിശദമായ ശാസ്ത്ര ചർച്ചയൊന്നും അർജുനൻ ചോദിച്ചിട്ടില്ല. ഭഗവാൻ അവിടെ വിശദമായി ശാസ്ത്ര ചർച്ച ചെയ്തു. വേദത്തിൻ്റെ മൊത്തം താത്പര്യത്തെ ഉപദേശിച്ചു. അതിൽ ആത്യന്തികമായ ആത്മജ്ഞാനം മാത്രമാണ് നിശ്രേയസം എന്ന് പറഞ്ഞ ഭഗവാൻ തത് പ്രാപ്തിക്കായിക്കൊണ്ട് കർമ്മയോഗത്തെയും ഉപദേശിച്ചു. അപ്പം ഇത് രണ്ടും കൂടി കേട്ടപ്പോഴാണ് അർജുനന് സംശയം വന്നത്. അവിടെ വീണ്ടും അർജുനൻ ചോദിച്ചു, നിശ്ചയിച്ചുറപ്പിച്ച് എനിക്ക് പറഞ്ഞു തരണേ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യോ യേന ശ്രേയോഹമാപ്നുയാം. യാതൊന്നിനെ കൊണ്ട് ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കുമോ അത് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുന്നുണ്ട്. അവിടെ ഭഗവാന് കർമ്മയോഗം മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ അവിടെയും ഭഗവാൻ ആത്മവിജ്ഞാനം മാത്രമാണ് പരമമായ മോക്ഷമെന്നും നീ യുദ്ധം ചെയ്യൂ എന്നും പറഞ്ഞു. അതൊരു ഭഗവാനിലൊരു നീതികേടല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശിഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഉപദേശിക്കാൻ ഗുരുവിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? ശിഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഉപദേശിക്കാൻ ഗുരു വേണോ? അതുപോലെ ഗൂഗിളോ ഇന്ന് ഇഷ്ടം പോലെ AI ആപ്സൊക്കെ ഉണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി. ചോദിക്കണേന് ഉത്തരം കിട്ടും. ഏത് ഗുരുവിനേക്കാൾ നന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ പുസ്തകങ്ങളിലേക്ക് നോക്കിയാൽ മതി, പുസ്തകം പഠിച്ചാൽ മതി, ഉപനിഷത്ത് വായിച്ചാൽ മതി, സുഖമായിട്ട് ഉത്തരം കിട്ടും. നേരെ മറിച്ച് ഗുരുനാഥനോട് നമ്മൾ ചോദിക്കുന്നത് തൻ്റെ അധികാരം മനസ്സിലാക്കി തനിക്ക് ഏതാണ് എന്ന് നിർണയിച്ച് പറഞ്ഞു തരാനാണ്. അപ്പം ഭഗവാൻ എന്ത് നിശ്ചയിച്ചു? ഒരു ശങ്ക വരാതെ ശാസ്ത്ര താല്പര്യം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ എല്ലാ വശങ്ങളെയും പഠിക്കണം. ശാസ്ത്രത്തിൻ്റെ വിവിധ തലങ്ങളെ, മാനങ്ങളെ മനസ്സിലാക്കിയാൽ ഒരിക്കലും അയാൾക്ക് ഭ്രമം ഉണ്ടാവില്ല. കാരണം ശാസ്ത്ര ചർച്ചയിൽ പൂർവപക്ഷത്വേന നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയരാവുന്ന ചോദ്യങ്ങൾ, അവയ്ക്ക് ഉത്തരങ്ങൾ, വിമർശനങ്ങൾ, അവയ്ക്കുള്ള മറുപടികൾ എല്ലാം വരും. അങ്ങനെ ഒരു വിഷയത്തെ സമ്യക്കായി ഇരുവശവും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾക്ക് ഭ്രമം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ വേദത്തിൻ്റെ മൊത്തം താത്പര്യം ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അർജുനനെ സംബന്ധിച്ച് വീണ്ടും സംശയമായി, നമ്മളെ സംബന്ധിച്ച് അനുഗ്രഹവുമായി. കാരണം അതുകൊണ്ടാണല്ലോ വിശദമായ ശാസ്ത്രമീമാംസ നടന്നത്. അല്ലെങ്കിൽ ഗീത ആകെ 20 ശ്ലോകമേ ഉണ്ടാവുള്ളൂ, ഏറ്റവും കൂടിയത് ആകെ 20 ശ്ലോകമേ വേണ്ടൂ. 2-ാം അധ്യായം 11-ാം ശ്ലോകം തൊട്ട് 30-ാം ശ്ലോകം വരെ. അതിൽക്കുള്ള ആവശ്യമില്ല. അത് 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളിൽ നീണ്ടത് ഈ ചോദ്യവും ഉത്തരവും വന്നതുകൊണ്ടാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഹേ കൃഷ്ണ, നീ കർമ്മ സന്യാസവും ഉപദേശിക്കുന്നു, കർമ്മയോഗവും ഉപദേശിക്കുന്നു. രണ്ടും ഒന്നിച്ച് വയ്യ എന്നുള്ളത് ഉറപ്പ്. രണ്ടും ഒരാൾക്ക് വയ്യ എന്നുള്ളത് ഉറപ്പ്. ഇപ്പോൾ സന്യാസം, യോഗം ഇന്ന് നാളെ സന്യാസമാവാം, ഇന്ന് സന്യാസം നാളെ യോഗം, അതും ആവാം. രണ്ടും ആവാം, രണ്ടിനും വിരോധമില്ല. ഇന്ന് കല്യാണം നാളെ സന്യാസം, അതിന് വിരോധമില്ല. അത് പറയുമ്പോൾ ആരുടെയും മുഖത്ത് ചിരിയൊന്നുമില്ല. നേരെ മറിച്ച് ഇന്ന് സന്യാസവും നാളെ കല്യാണം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കളിയാക്കൽ പോലെ. അതെന്തിനാ എൻ്റെ ആവശ്യം? ഒരാൾക്ക് അത്യുന്നതമായൊരു പർവ്വതത്തിലേക്ക് കയറാൻ പരിശ്രമിക്കുകയാണ്. അയാൾ പോയി അത് കണ്ടപ്പോൾ തന്നെ വയ്യാന്ന് മനസ്സിലായി. തിരിച്ചു പോകുന്ന കുഴപ്പമുണ്ടോ? അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ശ്വാസം മുട്ടി ചാവണേനേക്കാൾ നല്ലതല്ലേ? അല്ല, പോട്ടെ, ആദ്യം അയാൾക്ക് തിരിച്ചറിഞ്ഞില്ല.
ഇതൊക്കെ ഞാൻ അനായാസേന കീഴടക്കുമെന്ന് വിചാരിച്ച് കയറി. ഒരു 2 കിലോമീറ്റർ കയറിയപ്പോഴാണ് പടപടാൻ മിടിക്കാൻ തുടങ്ങി, നെഞ്ച് തല കറങ്ങാൻ തുടങ്ങി. ഇനി അഭിമാനം കൊണ്ട് എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി വഴിയിൽ കാറ്റ് പോയാൽ തനിക്കും ഉപദ്രവം, ബാക്കിയുള്ളവർക്കും ഉപദ്രവം. എന്തു ചെയ്യാം? അപ്പനെ എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ സംഗതിയൊക്കെ നല്ല പർവ്വതമാണ്, പക്ഷെ എനിക്ക് ഇതിനുള്ള കഴിവില്ല എന്നുകൊണ്ട് മടങ്ങാലോ, അതിനെന്താ കുഴപ്പം? ഒരു തെറ്റുമില്ല. അതിലെന്താ തെറ്റുള്ളേ? നമുക്ക് അങ്ങനെ എന്തോ ഒരു ധാരണ ഉറച്ചിട്ടുണ്ട് പലർക്കും. അവിടെ ശരിക്കും സത്യസന്ധതയാണ്. എനിക്കിതാവില്ല കയറാൻ. അതിനെ കുറ്റം പറയുന്നില്ല, സന്യാസത്തെ കുറ്റം പറയുന്നില്ല. സന്യാസം സർവോത്കൃഷ്ടമാണ്, പക്ഷെ എനിക്കത് അതിനുള്ള പ്രാപ്തി എനിക്കായിട്ടില്ല. ശരി, ഒന്നും കൂടി ഇറങ്ങി വന്ന് യോഗ സാധനകളൊക്കെ ചെയ്ത് ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് കയറാം, എന്താ വിരോധം? പക്ഷെ രണ്ടും ഒന്നിച്ചു പറ്റില്ല, അതുറപ്പാ. ഒന്നിച്ചു വയ്യ. അതുകൊണ്ട് ഇവ രണ്ടിലൊന്ന്, രണ്ടും ഒന്നിച്ചു വയ്യല്ലോ, ഇവ രണ്ടിലൊന്ന് യത് ശ്രേയ ഏതയോഹോ, ഏതയോഹോ ഇവ രണ്ടിലും വെച്ച് ഏകം യത് ശ്രേയ, ശ്രേയസ്കരമായ ഒന്നിനെ ബ്രൂഹി നീ പറയൂ. അവിടെ നീ പറയൂ എന്നുള്ളതിനേക്കാൾ പ്രധാനം മേ ബ്രൂഹിയാണ്, എനിക്ക് പറഞ്ഞു തരൂ. അപ്പം എനിക്ക് ശ്രേയസ്കരമായത് പറഞ്ഞു തന്നാൽ മതി. ഇത്ര വിശദമായ ശാസ്ത്ര ചർച്ചയൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത് അതും ആവാം ഇതും ആവാം, അങ്ങനെയുള്ളവർക്ക് അത്, ഇങ്ങനെയുള്ളവർക്ക് ഇത് എന്നൊക്കെ പറയണതിന് പകരം ഭഗവാനെ എനിക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞു തരൂ. മേ ബ്രൂഹി, എനിക്ക് ഏതാ നല്ലത് എന്ന് പറയൂ. സുനിശ്ചിതം, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണം, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണം. നമ്മൾ ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞു, മധ്വാചാര്യർ ഇങ്ങനെ പറഞ്ഞു, രാമാനുജാചാര്യർ ഇങ്ങനെ പറഞ്ഞു, വാചസ്പതി മിശ്രൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ശങ്കരാനന്ദ സ്വാമികൾ ഇങ്ങനെയാണ് പറഞ്ഞത്, മധുസൂദന സരസ്വതി ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയാൻ നമുക്ക് ലൈബ്രറിയിൽ പോയാൽ പോരെ? അവരൊക്കെ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പോരെ? നമ്മൾ ഗുരുനാഥനെ പ്രാപിക്കണത് എന്തിനാ? ഇതാണ് നീ ചെയ്യേണ്ടതെന്ന് ഗുരുനാഥൻ പറഞ്ഞ കേൾക്കാനാ. അയാൾ മറ്റതിന് ലൈബ്രറിയിൽ പോയാൽ മതി. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സുനിശ്ചിതം ബ്രൂഹി, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരും. നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരാൻ ഗുരുനാഥന് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. ഇതാണ് അർജുനൻ്റെ പ്രാർത്ഥന. നോക്കൂ, സന്യാസം പരിത്യാഗം കർമ്മണാം ശാസ്ത്രീയാണാം അനുഷ്ഠാനവിശേഷാണാം ശംസസി കഥയസി ഇത്യേതത്. പുനഃ യോഗം ച തേഷാമേവ അനുഷ്ഠാനം അവശ്യകർത്തവ്യത്വം ശംസസി. അതഃ മേ കതരത് ശ്രേയഃ ഇതി സംശയഃ. കിം കർമാനുഷ്ഠാനം ശ്രേയഃ കിം വാ തദ്ധാനം ഇതി പ്രശസ്യതരം ച അനുഷ്ഠേയം. അതഃ ച യത് ശ്രേയഃ പ്രശസ്യതരം ഏതയോഃ കർമ്മസന്യാസകർമാനുഷ്ഠാനയോഃ യദനുഷ്ഠാനാത് ശ്രേയോവാപ്തിഃ മമ സ്യാദ് ഇതി മന്യസേ തദ് ഏകം അന്യതരം സഹൈക പുരുഷാനുഷ്ഠേയത്വ അസംഭവാത് മേ ബ്രൂഹി സുനിശ്ചിതം അഭിപ്രേതം തവ ഇതി. സന്യാസം പരിത്യാഗം കർമ്മണാം ശാസ്ത്രീയാണാം അനുഷ്ഠാനവിശേഷാണാം ശംസസി കഥയസി ഇത്യേതത്. പുനഃ യോഗം ച തേഷാമേവ അനുഷ്ഠാനം അവശ്യകർത്തവ്യത്വം ശംസസി. അതഃ മേ കതരത് ശ്രേയഃ ഇതി സംശയഃ. കിം കർമാനുഷ്ഠാനം ശ്രേയഃ കിം വാ തദ്ധാനമിതി പ്രശസ്യതരം ച അനുഷ്ഠേയം. അതഃ ച യദ് ശ്രേയഃ പ്രശസ്യതരം ഏതയോഃ കർമ്മസന്യാസകർമാനുഷ്ഠാനയോഃ യദനുഷ്ഠാനാത്
ശ്രേയോവാപ്തി മമ സ്യാത് ഇതി മന്യസേ തദേകം അന്യതരം സഹ ഏകപുരുഷാനുഷ്ഠേയത്വാസംഭവാത് മേ ബ്രൂഹി സുനിശ്ചിതം അഭിപ്രേതം തവ ഇതി. അപ്പോൾ ഹേ ഭഗവാനെ കൃഷ്ണ, കർമ്മങ്ങളുടെ സന്യാസത്തെയും, സന്യാസം പരിത്യാഗം, സന്യാസം പരിത്യാഗം, ഉപേക്ഷിക്കൽ, എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് നീ ഉപദേശിക്കുന്നത്, കർമ്മസന്യാസത്തെ. അവിടെ ഭാഷ്യകാരൻ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രീയാണാം അനുഷ്ഠാന വിശേഷാണാം. ശ്രദ്ധിക്കുക, അശാസ്ത്രീയാണാം അല്ല. എന്തുകൊണ്ടെന്നാൽ ധർമാചരണത്തിലൂടെ അധാർമികതയെ നമ്മൾ ആദ്യം ജയിക്കണം. ധർമ്മത്തിലൂടെ അധർമ്മത്തെ ജയിക്കണം. ജയിച്ചിട്ടാണ് ധർമ്മത്തെ ഉപേക്ഷിക്കുന്നത്. അല്ലാണ്ട് ആദ്യം കയറി ധർമ്മം ഉപേക്ഷിച്ചാൽ പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? അധർമ്മവും ഉണ്ടാവുക. അത് ശ്രദ്ധിക്കണം. മുള്ളുകൊണ്ട് മുള്ളെടുത്തു, ഇനി 2 മുള്ളും കളയാം. മുള്ളെടുക്കാൻ മുള്ളു വേണം. മുള്ളെന്നുള്ളത് ചിലപ്പോൾ സൂചിയാവാം, കത്രികയാവാം, ബ്ലേഡാവാം, എന്തെങ്കിലും ഒന്നാവാം. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ വസ്ത്രത്തിൽ അഴുക്ക് നീക്കാൻ അലക്കാറുണ്ട്. അലക്കുമ്പോൾ മറ്റൊരഴുക്കാണ് ഉപയോഗിക്കുന്നത്, ഇല്ലേ? അല്ല, സോപ്പ് മഹാ അഴുക്കാണ്. അപ്പോൾ സോപ്പാകുന്ന അഴുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ വസ്ത്രത്തിൽ പുരണ്ട അഴുക്ക് നീക്കം ചെയ്യും. നീങ്ങിക്കഴിഞ്ഞാലോ വെള്ളത്തിൽ കുതിർത്തി നല്ല പോലെ ഈ 2ഉം കളയും. പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, അത് കളയാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് അത് കഴുകി കളയാതിരുന്നാൽ എന്താവും? ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. ഇന്ന് വേണ്ട, ഇവിടുന്ന് പോയിട്ട് മതി. വീട്ടിൽ പോയിട്ട് നല്ല അലക്കുക മുഷിഞ്ഞ വസ്ത്രം സോപ്പ് കൊണ്ട്, എന്നിട്ട് അത് വെള്ളത്തിൽ കുതിർത്തി കഴുകി കളയാതെ അതേപടി ഉണക്കുക. വട്ടത്തിൽ അഴുക്ക് കാണാം. ഇതുപോലെ ശാസ്ത്രസ്വാധ്യായം കൊണ്ട്, ധർമാചരണം കൊണ്ട് അജ്ഞാനത്തെ, അധർമ്മത്തെ ജയിച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ത്യജ ധർമ്മം അധർമ്മം ച, ധർമ്മത്തെയും അധർമ്മത്തെയും ഉപേക്ഷിച്ചോളൂ എന്നാ പറയണത്. ഗീതയിൽ തന്നെ ഒടുവിൽ പറയണത് സർവാധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നല്ല, ആണോ? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണ്, അല്ലേ? ചിന്തിക്കുക. അപ്പം അധർമ്മത്തെ ധർമ്മം കൊണ്ട് ജയിച്ച ആൾക്ക് ധർമ്മം പിന്നെ പ്രസക്തമല്ല, അത് ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് സന്യാസം എന്നുള്ളത് അശാസ്ത്രീയ കർമ്മങ്ങളുടെ ഉപേക്ഷയല്ല. ധാർമ്മിക ജീവിതം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയ കർമ്മങ്ങളുടെ ഉപേക്ഷയാണ്. ശരിക്കും മനസ്സിലാക്കുക. ധാർമ്മിക ജീവിതം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയ കർമ്മങ്ങളുടെ ഉപേക്ഷയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ കർമ്മങ്ങളുടെ ഉപേക്ഷയാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ്, കോവിഡ് കാലയളവിലാണ്. ഒരു കൂട്ടർ വിളിച്ചു, ഡയറി നോക്കി ഒഴിവുണ്ട്, പരിചയമുള്ള ആൾക്കാരിനെ വിളിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു യാഗവിശേഷമാണ്. ആ യാഗം എന്ന് പറഞ്ഞാൽ പുത്രകാമേഷ്ടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം സ്വാമിയുടെ കൈകൊണ്ട് വേണം. അയ്യോ, അത് വേണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മളവിടെ വന്നു, സന്തോഷം, നിങ്ങളൊരു കട്ടൻ ചായയൊക്കെ തന്നു, അതുകൊണ്ട് ഒരു പ്രസംഗം ചെയ്യാം, ഒരാശംസാ പ്രസംഗം ചെയ്യാം, എന്നിട്ട് പോവാം. അയ്യോ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇത് സ്വാമി ഉദ്ഘാടനം, ഇതിന് തിരി സ്വാമി തെളിക്കണം എന്നാ. വേറൊന്നും വേണ്ട, ഇതിൻ്റെ തിരിയൊന്നും തെളിച്ച് വേണ്ട, അത് ഗൃഹസ്ഥന്മാരെ വിളിച്ചോളൂ. കഴിയുക ധാരാളം സന്താനങ്ങളുള്ള ഗൃഹസ്ഥന്മാരെ വിളിച്ചാൽ ഒന്നും കൂടി കേമായി. കാരണം സന്യാസിക്ക് പറഞ്ഞ പരിപാടി അല്ലത് പുത്രകാമേഷ്ടി. അതുകൊണ്ട് പുത്രകാമേഷ്ടി മോശമെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല, പുത്രകാമേഷ്ടി നല്ലതാണ് അതിൻ്റെ അധികാരിക്ക്. അവിടെ സന്യാസി വയ്യ, സ്വാമി എൻ്റെ മോളുടെ വിവാഹം ഒന്ന് വന്ന് നടത്തി തരണം. അത് സന്യാസി ആ പ്രദേശത്തേക്കേ വിളിക്കണ്ട.
ഞങ്ങളതിൻ്റെ തലേന്നോ അതിൻ്റെ തലേന്നൊക്കെ വിളിച്ച് വല്ല കട്ടൻ ചായയൊക്കെ തന്നിട്ട് സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കല്ലാതെ വിവാഹവേദിയിൽ സന്യാസി പാടില്ല. അത് സന്യാസിക്ക് പറഞ്ഞതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നിനും ഓരോന്നുണ്ട്. സ്ഥാനത്തെല്ലാം ശോഭിക്കും, അസ്ഥാനത്ത് ശോഭിക്കുമോ? ഇല്ല, അസ്ഥാനത്തൊന്നും ശോഭിക്കില്ല. പല്ല്, തലമുടി തുടങ്ങിയവയൊക്കെ ഉദാഹരണമായിട്ട് എടുത്താൽ മതി. പല്ല്, തലമുടി, പല്ല് എന്താ പ്രശ്നം? ആകെ സ്ഥാനത്തല്ലേ ശോഭിക്കുക, അസ്ഥാനത്ത് ശോഭിക്കുക. ഒരാൾ എൻ്റെ മുടി നീണ്ട് വരണേ എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് തൈലമൊക്കെ തേച്ച് മുടിക്ക് നീളം കൂടി 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 2 മീറ്റർ നീളമായി. ശരി, ചോറ്റും പാത്രത്തിലായാലോ? അവിടെ ചെറിയൊരു മുടിയൊക്കെ ആണെച്ചാലും കാണാണ്ടും എല്ലാം നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ചെയ്യാം. ഈ 2 മീറ്റർ നീളമുള്ള ചോറ്റും പാത്രത്തിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും പറയൂ? നന്നാവുമോ? ശോഭിക്കുകയോ? ഇല്ല. പല്ലിവിടെ മോണയിൽ വന്നാൽ തിരക്കേടില്ല. പല്ല് ഇങ്ങോട്ടൊക്കെ വന്നാലോ സ്ഥാനം തെറ്റിയോ ഒന്നും ശോഭിക്കില്ല. അതാണ്, എല്ലാം സ്ഥാനത്തെ ശോഭിക്കുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്യാസി വിവാഹം തുടങ്ങിയ സംസ്കാരങ്ങളിൽ സന്യാസി യോജിക്കുന്ന ആളല്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ സന്യാസം അശാസ്ത്രീയ കർമ്മങ്ങളുടെ ഉപേക്ഷയല്ല, ശാസ്ത്രീയ കർമ്മങ്ങളുടെ ഉപേക്ഷയാണ്. സന്യാസിയെ സംബന്ധിച്ച് പഞ്ചമഹായജ്ഞങ്ങളില്ല, നിത്യകർമ്മങ്ങളില്ല. പിന്നെ മറ്റുള്ളത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വാമിയുടെ പൂജ ഹോമമൊക്കെ രാവിലെ എത്ര മണിക്കാണ് കഴിയുക? എന്നിട്ട് സ്വാമീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പൂജ കഴിയുന്നില്ലടോ. എപ്പോഴും പൂജ തന്നെയാണ്. വരും, നമുക്ക് പൂജിക്കാൻ പോയിട്ട് നേരെ അന്നക്ഷേത്രത്തിൽ പോകുന്നു, പൂജിക്കുന്നു, അല്ലാണ്ടെന്താ? വേറെന്ത് പൂജയാണ്? അപ്പൊ സ്വാമി പൂജനെ എതിർത്ത് പറയുകയാണോ? ഏയ്, പൂജ ശ്രേഷ്ഠമാണ്, കർത്തവ്യമാണ്, അനുഷ്ഠേയമാണ്. പക്ഷെ സന്യാസിക്കല്ല. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പൊ ശാസ്ത്രീയങ്ങളായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചവനാണ്, അതിക്രമിച്ചവനാണ് സന്യാസി. അത് നീ ഉപദേശിക്കുന്നു. അനുഷ്ഠാന വിശേഷാണാം ശംസസി കഥയസി. പുനഃ പിന്നെയോ യോഗം ച, അവയുടെ അനുഷ്ഠാനത്തെയും ഉപദേശിക്കുന്നു. രണ്ടും ഉപദേശിക്കുന്നുണ്ട് ഭഗവാൻ വ്യക്തമായിട്ട്. അവശ്യ കർത്തവ്യത്ത്, ഒരു കാരണവശാലും നീ കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് എന്നോട് ഉപദേശിക്കുന്നത്, അർജുനനോട്. കുരു കർമ്മൈവ തസ്മാത്വം, നീ കർമ്മം ചെയ്യൂ. നിയതം കുരു കർമ്മത്വം, നിന്നിൽ നിക്ഷിപ്തമായ കർമ്മം ചെയ്യൂ. യുദ്ധ്യസ്വ വിഗതജ്വര, യുദ്ധം ചെയ്യൂ. തതോ യുദ്ധായ യുജ്യസ്വ, അനന്തരം നീ യുദ്ധത്തിനായിക്കൊണ്ട് തയ്യാറാകൂ. ഇങ്ങനെ 100 സന്ദർഭങ്ങളിൽ ഭഗവാൻ അർജുനനോട് കർമ്മപ്രേരണ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സന്യാസം ഉപദേശിക്കുക, മറുഭാഗത്ത് കർമ്മം ഉപദേശിക്കുക. അതഹ മേ കതരശ്രേയ ഇത് സംശയ. അനാവശ്യമായത് ഭഗവാൻ പറഞ്ഞു തരില്ലല്ലോ. അപ്പോൾ ഇതിൽ രണ്ടിലേതാണ് ശ്രേയസ്കരം എന്ന് എനിക്ക് സംശയം ഉണ്ടാവുന്നു. കിം കർമാനുഷ്ഠാനം ശ്രേയ, കർമാനുഷ്ഠാനമാണോ ശ്രേയസ്കരം? കിം വാ തദ്ധാനം, അല്ല അതിനെ ഒഴിവാക്കണതാണോ ശ്രേയസ്കരം? ഇതാണ് സംശയം. എന്തിനാ അങ്ങനെ സംശയിക്കണത്? സംശയിക്കുന്നത് വേറെ കാരണം കൊണ്ടല്ല. പ്രശസ്യതരം ചാനുഷ്ഠേയം, പ്രശസ്യതരമായതാണല്ലോ അനുഷ്ഠിക്കേണ്ടത്. പ്രശംസിക്കപ്പെടുന്ന ശ്രേഷ്ഠമായത് വേണ്ടേ നമ്മൾ അനുഷ്ഠിക്കുക. ഇപ്പോൾ രണ്ടും നല്ലതാണ്, രണ്ടും അനുഷ്ഠിച്ചോളൂ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇല്ലേ? എന്താ പറയേണ്ടത്? ഊണും കഴിച്ചോളൂ, കറിയും കൂട്ടിക്കോളൂ, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. കറി കൂട്ടി കുഴച്ച് ഊണ് കഴിക്കാം. ഊണും കഴിച്ചോളൂ, പച്ചവെള്ളവും കുടിച്ചോളൂ, അതോ? അത് പാടില്ല, അത് പാടില്ല. ഊണ് കഴിച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് മതി പച്ചവെള്ളം കുടിക്കുക. അല്ലെങ്കിൽ ഊണിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് മതി പച്ചവെള്ളം കുടിക്കുക. മധ്യത്തിൽ വയ്യ. അന്നമധ്യേ വിഷം വാരി, അന്നമധ്യത്തിൽ വാരി വിഷമാണ്. വിഷമാണ്. വിഷം എന്നാ പൂർവാചാര്യന്മാർ പറഞ്ഞേ. അവർക്ക് പഴക്കില്ല.
അതിപ്പോൾ വിഷമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഇംഗ്ലീഷൊക്കെ കലർത്തി അത് നമ്മുടെ ആസിഡുകളെ ഡയല്യൂട്ടാക്കും, മറ്റതാക്കും, മറിച്ചതാക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാട്ടോ, വളരെ ശാസ്ത്രീയ എന്ന് പറയും. അത് തന്നെയാണ് വിഷം എന്ന് പറഞ്ഞാൽ, വേറൊന്നല്ല. ഭോജനാന്തേ വിഷം ജലം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ വിഷമാണ് വെള്ളം. പിന്നെ എപ്പോഴാണ് കുടിക്കുക? കുറച്ച് നേരം കഴിഞ്ഞിട്ട്, ചുരുങ്ങിയത് 1 നാഴിക കഴിഞ്ഞിട്ട്, 24 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതിന് മുമ്പ് വയ്യ. അതേസമയത്ത് കറിയും ചോറും ഒന്നിച്ചാകാം. അപ്പോൾ ഒന്നിച്ച് വയ്യാത്തതാവുമ്പോൾ പ്രശസ്യതരം ശ്രേഷ്ഠമായത് വേണമല്ലോ അനുഷ്ഠിക്കേണ്ടത്, ശ്രേഷ്ഠമല്ലാത്തത് അനുഷ്ഠിക്കരുതല്ലോ നമ്മൾ ഒരിക്കലും. അപ്പം അങ്ങനെ വരുമ്പോൾ അതഹാച്ച് യത് ശ്രേയ പ്രശസ്യതരം ഏതയോഹോ കർമ്മസന്യാസ കർമാനുഷ്ഠാനയോഹോ, കർമ്മസന്യാസം കർമാനുഷ്ഠാനം ഇവ രണ്ടിലും വെച്ച് ഏതാണ് ശ്രേയസ്കരായിട്ടുള്ളത്? ഏതനുഷ്ഠാനാശ്രയോ വാപ്തി ഹി മമ, ഏതനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാവുക? ഇതി മന്യസേ എന്നങ്ങ് വിചാരിക്കുന്നോ അത് പറഞ്ഞോളൂ. അത് എനിക്ക് നിർണയിക്കാൻ വയ്യാത്തതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങയോട് ചോദിക്കണത്. അങ്ങ് എന്നെ ഇട്ട് കുഴപ്പത്തിലാക്കുകയാണ്. ഇത് 2 പ്രാവശ്യമായി ഇപ്പോൾ ചോദിക്കണത്. ഒന്ന് 2-ാം അധ്യായം 7-ാം ശ്ലോകം, 2 3-ാം അധ്യായം 1, 2 ശ്ലോകങ്ങൾ. 2 സന്ദർഭത്തിലും അർജുനൻ പറഞ്ഞു നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണേ. നിശ്ചിതം ബ്രൂഹി തന്മേ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് 7-ാം ശ്ലോകത്തിൽ, 2-ാം അധ്യായം 7-ാം ശ്ലോകത്തിൽ ഇല്ലേ? അതെ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ. നിശ്ചിതം ശിഷ്യസ്തേഹം, അത് പിന്നെ പ്രസക്തമല്ല അവിടെ. ശാധിമാം ത്വാ പ്രപന്നം. അപ്പം നിശ്ചിതം ബ്രൂഹി എന്ന് അവിടെ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3-ാം അധ്യായത്തിൽ വീണ്ടും ചോദിച്ചു. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ വദ, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരുമെന്ന്. അപ്പോഴും ഭഗവാൻ വിശദമായിട്ട് വേദ താല്പര്യ പറഞ്ഞത്. ഇത് ഈ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയുള്ളത് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ പോലെ അല്ല ശാസ്ത്ര ചർച്ച. പ്രകരണങ്ങൾ അങ്ങനെയാണ്. അതാണ് ശാസ്ത്രവും പ്രകരണമുള്ള വ്യത്യാസം. പ്രകരണം ഏതെങ്കിലും ഒരു വിഷയത്തെ അടർത്തിയെടുത്ത് പറയുന്നതാണ് പ്രകരണം. ശാസ്ത്രമോ, ശാസ്ത്രം സമ്യക്കായിട്ട് ഒന്നിൻ്റെ അനാവശങ്ങളെ അപഗ്രഥിച്ച് പറയുന്നതാണ് ശാസ്ത്രം. ഗീത പ്രകരണമല്ല, ഗീത ശാസ്ത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അർജുനന് അത് നിശ്ചയിച്ചുറപ്പിച്ചു കിട്ടണം. അതാണ് തദേകം അന്യതരത്. തദേകം അന്യതരത്. അന്യതരത് എന്ന് പറഞ്ഞാൽ 2-1. അന്യതരത് 2-1. അന്യതമത് എന്ന് പറഞ്ഞാൽ അനേകത്തിലൊന്ന്. അനേകത്തിലൊന്നിനാണ് അന്യതമത് എന്ന് പറയുക. 2-1 അന്യതരത് എന്ന് പറയുക. അപ്പോൾ 2-1, ഈ പറഞ്ഞ 2-1 എനിക്ക് പറഞ്ഞു തരുമോ? അതെന്തിനാ 2-1 നിനക്ക് പറഞ്ഞു തരുന്നത്? 2 കൂടി എനിക്ക് കേട്ടാൽ പോരെ? മറുപടി സഹ ഏകപുരുഷാനുഷ്ഠേയത്വാസംഭവാത്. ഒരേ മനുഷ്യന് 2ഉം ഒരേ സമയത്ത് ഒന്നിച്ചനുഷ്ഠിക്കാൻ വയ്യാത്തത് കൊണ്ട് 2-ൽ നല്ലത് ഏതാന്ന് എനിക്ക് പറഞ്ഞു തരൂ. സുനിശ്ചിതം, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരണം. ഇനി എന്നെ കുഴക്കരുത്. അഭിപ്രേതം തവ ഇതി, അങ്ങയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറഞ്ഞു തരൂ. ഇതാണ് അർജുനൻ്റെ പ്രാർത്ഥന. സ്വാഭിപ്രായം ആചക്ഷണ നിർണയായ ശ്രീ ഭഗവാനുവാച. ഇതിന് മറുപടി ഭഗവാൻ പറയുകയാണ് അടുത്ത ശ്ലോകം. എന്താണ്? സ്വാഭിപ്രായം ആചക്ഷണ നിർണയായ ശ്രീ ഭഗവാൻ ഉവാച. അപ്പം സ്വന്തം അഭിപ്രായത്തെ പറയുന്നവനായ ഭഗവാൻ പറഞ്ഞു. എന്തിന്? നിർണയായ, നിർണയിക്കാൻ വേണ്ടിയിട്ട്. അർജുനൻ പറഞ്ഞതിന് ഉത്തരം നിർണയിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സ്വന്തം അഭിപ്രായം വെളിപ്പെടുത്തുന്നു ഭഗവാൻ. എന്താണ് സ്വന്തം അഭിപ്രായം? ഇതാണ് ചോദ്യം. നോക്കൂ. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത്
കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീഭഗവാനുവാച സന്യാസഃ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാദ് കർമ്മയോഗോ വിശിഷ്യതേ. സന്യാസഃ കർമ്മയോഗഃ ച. സന്യാസവും കർമ്മയോഗവും ഉഭൗ രണ്ടും നിശ്രേയസകരൗ നിശ്രേയസകരങ്ങളാണ്. നിശ്രേയസത്തെ ചെയ്യുന്നതാണ്, ഉണ്ടാക്കുന്നതാണ്. നിശ്രേയസം കരോതീതി നിശ്രേയസകരഃ തൗ നിശ്രേയസകരൗ. നിശ്രേയസത്തെ ചെയ്യുന്നതാണ്, ഉണ്ടാക്കുന്നതാണ്. രണ്ടും നല്ലതാണോ? രണ്ടും നല്ല. സന്യാസവും നല്ലതാണ്, കർമ്മയോഗവും നല്ലതാ. അപ്പോഴും കുടുക്കി ഭഗവാൻ അല്ലേ. ഇനി പറയാം തയോഹോ തു, അവ രണ്ടിലും വെച്ച് കർമ്മസന്യാസാത്, കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗ വിശിഷ്യതേ, കർമ്മയോഗമാണ് നല്ലത് കേട്ടോ. ആരോട്? നിനക്ക്. മൊത്തം ശാസ്ത്ര ചർച്ച ഞാൻ ചെയ്തു. ഇപ്പം എനിക്ക് ഏതാ ശ്രേയസ്കരം എന്നല്ലേ ചോദിച്ചത്? നിനക്ക് ശ്രേയസ്കരം കർമ്മയോഗമാണ്. കർമ്മസന്യാസത്തിന് നീ അധികാരിയായിട്ടില്ല. അതാണ്. 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി 9 ചേരണതാണോ അല്ല MSc ക്ലാസ് ചേരണതാണോ എന്ന് ചോദിച്ചപ്പോൾ, നല്ലതെന്ന് ചോദിച്ചപ്പോൾ 9ാം ക്ലാസ് ചേരണം, അതിൽ സംശയമൊന്നുമില്ല. രണ്ടും നല്ലതാ. MScക്ക് പഠിക്കണമെന്ന് നല്ലതാണ്, 9ാം ക്ലാസ് പഠിക്കണമെന്ന് നല്ലതാണ്. പക്ഷെ നിനക്ക് 9ാം ക്ലാസ്സാണ് നല്ലത്. അത് തന്നെയാണ് ഭഗവാന്റെ മറുപടി. കർമ്മയോഗമാണ് ശ്രേയസ്കരായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട. മര്യാദയ്ക്ക് അമ്പും വില്ലും എടുത്തോളൂ, നേരെ പണി തുടങ്ങിക്കോളൂ. അത് തന്നെ. സിനസ് പോകാനായിട്ടില്ല. ശരി, അല്പം കഴിഞ്ഞല്ല, പിന്നീട് പറയാം. ഓം ഗുരുർ ബ്രഹ്മ